നമ്മള് എന്താണെന്നുള്ളത് മാത്രം പറഞ്ഞു. എന്താണെന്ന് മാത്രം പറഞ്ഞു. ഓക്കെ, ഒരാളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോടാ. ഓക്കെ, നമ്മൾ സ്ട്രിങ് വരെ പറഞ്ഞു നിർത്തി. ഈ പറഞ്ഞത് വരെ ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? ഓക്കെ ആണല്ലേ? ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളതാണ് ലൂപ്സ്. ഓക്കെ, ലൂപ്സ് എന്ന് വെച്ചാൽ നിങ്ങള് ലൂപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സെറ്റ് ഓഫ് ഡാറ്റയെ തന്നതിന്റെ ശേഷം നിങ്ങളോട് ഞാൻ പറയുവാണ്, എനിക്ക് ഇതിലൂടെ എല്ലാം ഒന്ന് ഐട്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. ഈ സെറ്റ് ഓഫ് ഡാറ്റ എന്തും ആവാം. ഓക്കെ, അതായത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഈ രണ്ട് ലൂപ്സ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു കാര്യം ചെയ്യൂ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂ, forloop.js, loop.js കൊടുത്തോളൂ. loop.js എന്ന് പറഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സ്മോൾ ലെറ്റർ കൊടുക്കൂ കേട്ടോ. നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും ലൂപ്സ് വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ? ജാവയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നടാ, ഒന്ന് ഉറക്കെ പറയോ? ജാവയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സെലീനിയം ഒക്കെ ചെയ്തപ്പോ. യെസ്, കറക്റ്റ്. അതായത് നമ്മൾ ജാവയിലും എല്ലാത്തിലും കോമൺലി യൂസ് ചെയ്യുന്നതാണ് ലൂപ്സ് എന്ന കൺസെപ്റ്റ്. അതേ ആ കൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത്. നമുക്ക് ആദ്യം ഫോർ ലൂപ്പ് നോക്കാം. ഓക്കെ, എഴുതിക്കോളൂ. ഫോർ ബ്രാക്കറ്റ്സില് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ടെസ്സി, മനസ്സിലായിട്ടില്ല ഇത് ഏതെങ്കിലും ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ടെസ്സിയുടെ പേര് എടുത്തു പറയാൻ കാരണം ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് കുറവാണെന്ന്, അതിനോണ്ടാണ് എല്ലാവരും ചോദിക്കുക. ലെറ്റ് I equals 0. സെമിക്കോളൻ കൊടുക്കാം. I less than 3. സെമിക്കോളൻ I plus plus. കർലി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. console.log of I. ഓക്കെ, സേവ് ചെയ്യാം, ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം.
സേവ് ചെയ്യൂ കേട്ടോ, ഫയൽ സേവ് ആയില്ല. യെസ്. ജിതിൻ ഡൗട്ട്സ് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ ഞാൻ പുതിയ പറഞ്ഞത്? അതെ അതെ ക്ലിയർ. സീറോ 1 2 പ്രിന്റ് ചെയ്തു അല്ലേ? അതായത് എനിക്ക് ഓൾറെഡി കണ്ടീഷൻ അറിയാം, ഏതാണ് നമ്മുടെ പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻ ഉള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻ എന്താണ് എന്ന് ഓൾറെഡി അറിയാമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ലൂപ്പാണ് ഫോർ ലൂപ്പ്. ക്ലിയർ ആണോടാ? ഫോർ ലൂപ്പിന്റെ യൂസേജ് ക്ലിയർ ആണോ? നിഷ ആൻഡ് ജിതിൻ, ശ്രീലക്ഷ്മി. ഓക്കെയാണ്. അതെ അതെ. ഇനി ഫോർ ലൂപ്പിന്റെ ഇനി വേറെ രീതിയിൽ നമുക്ക് എഴുതുന്ന നോക്കാം. ഓക്കെ, നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. അറേ എന്ന് വെച്ചാൽ എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് തിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളിപ്പോ ഒരു വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് എന്തെങ്കിലും കോമ സെപ്പറേറ്റഡ് ആയി കൊടുത്താൽ അതിനെ അറേസ് എന്നാണ് നമ്മൾ ജാവ സ്ക്രിപ്റ്റിൽ വിളിക്കുക. താഴെ ടൈപ്പ് ചെയ്തോളൂ. ലൂപ്പിന് പുറത്താണോ? ലൂപ്പിന് പുറത്ത്. യെസ്, ലൂപ്പിന് പുറത്ത്. ഫ്രൂട്ട്സ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഡബിൾ കോട്ട്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 2 or 3 ഫ്രൂട്ട്സിന്റെ പേര് കൊടുക്കാം. എല്ലാരും കൊടുത്തോ? എല്ലാരും കൊടുത്തോളാം. ജിതിൻ കൊടുത്തു, ടെസ്സി കൊടുത്തു, ശ്രീലക്ഷ്മി എടുത്തില്ലടാ? കൊടുത്തു. ഓക്കെ, താഴെ എൻ്റർ അടിച്ചോളൂ. 4 ബ്രാക്കറ്റ്സിൽ ലെറ്റ് എന്നേ വേരിയബിൾ കൊടുത്തോളൂ. ഇഷ്ടമുള്ളൊരു വേരിയബിൾ കൊടുക്കാം. സ്പേസ് ഓഫ് ഫ്രൂട്ട്സ് ഓഫ് OF അതല്ലടാ, ഓഫ് OF. സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇല്ല. ഇവിടെ ജെ ഓഫ് എന്ന് കൊടുത്താൽ മതിയോ? യെസ്, ജെ സ്പേസ് ഓഫ് സ്പേസ് ഫ്രൂട്ട്സ്. നമ്മൾ ജാവയിലൊക്കെയാണ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നത്, ഇതിനകത്ത് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്താലും മതി, കിട്ടും. ഓഫ് എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ് ജാവാസ്ക്രിപ്റ്റില്. ഇനി കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യൂ. ബ്രാക്കറ്റ്സിന്റെ പുറത്തേക്ക് വന്നിട്ട് 4ന്റെ പുറത്തേക്ക് വരിക, കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആ ജെയിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ വേരിയബിൾ കൊടുത്തത് ആ വേരിയബിളിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. ക്ലിയർ?
ഫോർ ലൂപ്പിന്റെ 2 ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതിനകത്ത് ഫോർ ഈച്ച് യൂസ് ചെയ്യുമോ? ഫോർ ഈച്ച് ലൂപ്പ് ഫോർ ഈച്ചിന് കറസ്പോണ്ടിങ് ആണ് ഇതാ നമ്മളിപ്പോ ഇന്ന് ഫോർ ലെറ്റ് ജെ ഓഫ് ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞു തരുന്നില്ലേ, ഇത് ഫോർ ഈച്ചിന് കറസ്പോണ്ടിങ് ആണ്. ഫോർ ഈച്ച് യൂസ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് എപ്പോഴായിരിക്കും യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞേ. പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് അറിയാതെ വരുമ്പോൾ, പ്രീ ഡിഫൈൻഡ് ആയിട്ട് അറിയാതെ വരുമ്പോൾ കറക്റ്റ് ആണ്. അതായത് നമ്മൾക്ക് ഒരു സ്പെസിഫിക് കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ പാടുള്ളൂ, അല്ലേ? എനിക്ക് ഒരു സ്പെസിഫിക് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് വരെ എനിക്ക് ഇത് തന്നെ കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ അങ്ങനെയുള്ള സിനാരിയോസിലാണ് വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് എഴുതിക്കോളൂ. വൈൽ ബ്രാക്കറ്റ്സില് ഒരു കാര്യം ചെയ്യൂ, വൈലിന്റെ മുകളിലായിട്ട് ഒരു i = 0 എന്നിട്ടൊരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തോളൂ. while I less than 5. ബ്രാക്കറ്റ്സിന്റെ പുറത്തേക്ക് വരിക, കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഐനെ പ്രിന്റ് ചെയ്തോളൂ ആൻഡ് i = i+1 കൊടുത്തോളൂ. അല്ല, കൺസോൾ ലോഗോ 5i മാത്രം കൊടുത്താൽ മതി. ഐനെ പ്രിന്റ് ചെയ്യിക്കാം. എന്നിട്ട് i = i+1. ക്ലിയർ ആയോ? 4 കഴിഞ്ഞു, 5 എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല, പിന്നെ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്തില്ല. ക്ലിയർ ആണോടാ? നമ്മള് 4 സെയിം തന്നെയല്ലേ ചെയ്യുന്നേ? അതെ, ഇവിടെ നമ്മൾ 4 സെയിം ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതല്ലാത്ത കണ്ടീഷൻസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ലെറ്റ്സ് സേ ഇഫ് i = ഒരു കണ്ടീഷൻ നമുക്ക് കൊടുക്കാൻ വരുന്നത് വൈൽ ലൂപ്പിന്. ഓക്കെ, ഐന്റെ വാല്യൂ 5 ആവുമ്പോൾ ഒരു ഫ്ലാഗ് സെറ്റ് ആവും. ആൻഡ് ആ ഫ്ലാഗ് എപ്പോൾ ഫോൾസ് ആവുന്നു അപ്പൊ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ ലൂപ്പ് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അതായത് ഒരു ഫ്ലാഗ് എന്നിട്ടൊരു വാല്യൂ ഉണ്ട്, അതിന്റെ വാല്യൂ ഫോൾസ് ആവുന്നത് എപ്പോഴാണോ അപ്പൊ തൊട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യരുത്. അതിന്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്യാം, അപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടും. നിഷ, ഞാൻ ജസ്റ്റ് വൈൽ ലൂപ്പിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഈസിയസ്റ്റ് വേ ഔട്ട് പറഞ്ഞു എന്ന് മാത്രം. ബിക്കോസ് നിങ്ങൾക്ക് ഈ ലൂപ്സ് ഒന്നും ടെസ്റ്റിംഗിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യാനില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. മെയിൻലി നിങ്ങൾക്ക് വേണ്ടത് ഫോർ ലൂപ്പ് ആണ്, ബാക്കിയുള്ള ലൂപ്സ് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അതൊരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുണ്ട്, അതിന് ശേഷം ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം അതിന്റെ. ക്ലിയർ ആണോടാ? ടെസ്സി ഡൗട്ട് ഉണ്ടോടാ? ജിതിൻ, ശ്രീലക്ഷ്മി ഡൗട്ട്സ് ഉണ്ടോ? അത് വൈൽ ലൂപ്പ് ഇല്ല, ഇതുവരെ ഓക്കെ. ഓക്കെ, ഇനി താഴെ കൊടുത്തോളൂ. ഇനി എനിക്ക് വേണ്ടത് ഒരു
ഡു വൈൽ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് എന്ന് വെച്ചാൽ കണ്ടീഷൻ മീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഒരു തവണ നമ്മുടെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് സെക്കൻഡ് ടൈം തൊട്ട് എന്ത് ചെയ്യും? സെക്കൻഡ് ടൈം തൊട്ട് ആസ് ഇറ്റ് ഈസ് അത് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അത് വൺ ടൈം എക്സിക്യൂഷൻ എന്തായാലും സംഭവിച്ചിരിക്കും. Even if the test, even if the given condition is failed, at least once the execution will happen. ഇങ്ങനെയുള്ള ലൂപ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഇനി നമ്മുടെ ഈ വൈൽ ലൂപ്പ് അല്ലെങ്കിൽ ഫോർ ലൂപ്പിലൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾ തുടക്കത്തിലെ എൻട്രിനെ റിസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഫോർ ലൂപ്പിനെയും വൈൽ ലൂപ്പിനെയും പറയുന്ന പേരാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ക്ലിയർ ആണോ അവിടെ ഞാൻ പറഞ്ഞത്? എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്, ഈ രണ്ട് കൺസെപ്റ്റ്സ് ക്ലിയർ ആണോ? സേവ് ചെയ്തോളൂ കേട്ടോ. ഫയൽ സേവ് ചെയ്യുക, ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ നമുക്ക് കോഡ് ചെയ്യാം കേട്ടോ. ഡു വൈലിന്റെ ടൈപ്പ് ചെയ്തോളൂ. ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തോളൂ. വേരിയബിളിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാടാ? ലെറ്റ് ഈക്വൽസ് ഒരു എന്തെങ്കിലും വാല്യൂ അസൈൻ ചെയ്തോളൂ. കൃഷ്ണ ഒരു വാല്യൂ കൊടുക്കാം. ഓക്കെ, എന്റർ അടിക്കാം. ഇവിടെ സെമിക്കോളൻ മാൻഡേറ്ററി അല്ല കേട്ടോ. കൊടുത്താലും എറർ അടിക്കത്തില്ല, കൊടുത്തില്ലെങ്കിൽ എറർ ഇല്ല അതിന്. ഓക്കെ, താഴെ ടൈപ്പ് ചെയ്തോളൂ. ഡു കർലി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്തേടാ. വാല്യൂ കൺസോൾ ലോഗിൽ എയുടെ വാല്യൂവിനെ പ്രിന്റ് ചെയ്തോളൂ. ഓക്കെ, എനെ ഇൻക്രിമെന്റ് ചെയ്തോളൂ. ഓക്കെ, എ ഈക്വൽസ് A+1 കൊടുക്കുന്നതാണ് ബെറ്റർ, A++കാട്ടിലും. ഓക്കെ, ഡുവിന്റെ കേർലി ബ്രാക്കറ്റ്സ് കഴിഞ്ഞിട്ട് എന്റർ അടിക്കുക. വൈൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സില് കണ്ടീഷൻ കൊടുക്കാം. A is not equal to 0. A not equal to 0 എങ്ങനെ കൊടുക്കുക? എക്സ്ക്ലമേഷൻ മാർക്ക് ഈക്വൽ 0. യെസ്, എക്സിക്യൂട്ട് ചെയ്തേടാ. കൺട്രോൾ Z അടിച്ചോളൂ. ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ആവുന്നില്ലേടാ? ഇതിനാണ് നമ്മൾ ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യാത്തൊരു സിനാരിയോ വന്നാൽ മാത്രമേ ഫെയിലിയർ ആവുന്നുള്ളൂ അല്ലേ? അതായത് നമ്മളിപ്പോ കൊടുത്ത ലെറ്റ് A ഈക്വൽ ടു 0. ഫസ്റ്റ് എന്ത് ചെയ്തു? ഡു വൈൽ ലൂപ്പ് ആയതുകൊണ്ട് 0 A നോട്ട് ഈക്വൽ 0 എന്ന കണ്ടീഷനെ ചെക്ക് ചെയ്തില്ല, നേരെ വന്നിട്ട് എനെ പ്രിന്റ് ചെയ്തു, 0യെ പ്രിന്റ് ചെയ്തു. A ഈക്വൽസ് A+1 ചെയ്തു, പിന്നെ അങ്ങോട്ടേക്ക് എയുടെ വാല്യൂ 0 ആയി മാറുമോ? പോസിബിൾ അല്ല. സോ കണ്ടിന്യൂസ്ലി അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ?
ഇതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് ലൂപ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ലൂപ്സ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ എൻഡ്. മനസ്സിലായോ? ഇത് പ്രോഗ്രാമാറ്റിക്കലി ലോജിക്കൽ എറേഴ്സ് വരുമ്പോൾ സംഭവിക്കുന്നതാണ്. പൊതുവെ ചോദിച്ചു കാണാറുണ്ട്, വാട്ട് ആർ ഇൻഫിനിറ്റ് ലൂപ്സ് എന്നുള്ള എടുത്ത് ചോദിച്ചു കാണാറുണ്ട്. ഇതിനെ ഫിക്സ് ചെയ്യാൻ നമുക്ക് ഒറ്റ കാര്യം ചെയ്താൽ പോരെ, a = a+1 ഞാൻ കമന്റ് ചെയ്താൽ പോരെ. ഒന്ന് കമന്റ് ചെയ്ത് നോക്കിക്കേ. സീറോ മാത്രം പ്രിന്റ് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞ് എത്ര വാല്യൂസ് വന്നാലും അത് പ്രിന്റ് ആവുമേ. ഇവിടെ 0 മാത്രം. ഇത്രയും ക്ലിയർ ആണോ? അതെ. ഓക്കെ. ഏതാടാ പറയണ്ടേ? ഇൻഫൈനൈറ്റ് ലൂപ്പ് ആണോ പറയണ്ടേ? ഓക്കെ. ഇൻഫൈനൈറ്റ് ലൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അതിൽ a = a+1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തില്ലായിരുന്നോടാ? സോ അവിടെ a = a+1 കൊടുത്തപ്പോ എന്താ സംഭവിച്ചേ? ആദ്യം let a = 0 എന്നായിരുന്നു. അപ്പൊ a യുടെ വാല്യൂ എന്താ? 0. അപ്പൊ കൺസോൾ ലോഗ് ഓഫ് 0 ചെയ്തു. പക്ഷെ നമ്മുടെ കണ്ടീഷൻ എന്താ? a not equals 0 എന്നാ അല്ലേ? a is not equal to 0 a is equal to 0 ആയിട്ടും എന്ത് ചെയ്തു? നമ്മുടെ ലൂപ്പിലേക്ക് കടന്നു എക്സിക്യൂട്ട് ചെയ്തു. അതാണ് ഡു വൈൽ ലൂപ്പിന്റെ സ്പെഷ്യാലിറ്റി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് a = a+1 എന്ന് കൊടുത്തപ്പോ എന്താ സംഭവിക്കുന്നത്? ഓവർഫ്ലോ ആയിട്ടുള്ള ഡാറ്റ വരികയാണ് അല്ലേ? കറക്റ്റ് അല്ലേടാ ഞാൻ പറഞ്ഞത്? അപ്പൊ ഓവർഫ്ലോ ആയിട്ടുള്ള ഡാറ്റ വന്നപ്പോ ഇത് ഈ വൈൽ ലൂപ്പിൽ നമ്മളിപ്പോ കറന്റ്ലി കൊടുത്തിട്ടുള്ള കണ്ടീഷൻ അത്ര തന്നെ സ്ട്രോങ് അല്ല ഈ സിനാരിയോയെ ബ്രേക്ക് ചെയ്യാനായിട്ട്. ഷെയർ ചെയ്യടാ. കാണാമോ? യെസ് കാണാം. ഇവിടെ ഞാൻ 100 ആ കൊടുത്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആദ്യം 100 പ്രിന്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഈ കേസിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ബിക്കോസ് a = 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. 100 is not equal to 0 അല്ലേ? 100 not equal to 0 സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാനിത് കമന്റ് ചെയ്ത് കൊടുത്താലും ഇത് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. അവിടെ a = 0 ആക്കി കൊടുക്കൂ, അല്ലെങ്കിൽ a not equals 100 ആക്കി കൊടുക്കൂ. അവിടെ താഴെ ക്ലിയർ ആയോടാ? ഓക്കെ. ലൂപ്സിൽ ഇത്രേ നമുക്ക് എടുക്കാനുള്ളൂ. ലൂപ്സ് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എടുക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ്സ്. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യോടാ.
decision making dot js എന്ന് പറഞ്ഞിട്ട് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായിരിക്കും അവിടെ ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്തിട്ട്? ഒരു ഡിസിഷൻ എടുക്കുകയാണ്. യെസ്, ഒരു ഡിസിഷനെ എടുക്കുകയാണ്. അതായത് ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ടെസ്സിയുടെ ഓൾറെഡി കോപ്പൈലറ്റ് ഇൻസ്റ്റാൾഡ് ആണല്ലോ. ടെസ്സി കോപ്പൈലറ്റ് ചെയ്തിട്ടുണ്ടോ മുൻപ്? ഇല്ല മിസ്. കോപ്പൈലറ്റ് ഇൻസ്റ്റാൾഡ് ആയി കണ്ടു വെച്ചതാ. ഇല്ല, ചെയ്തിട്ടില്ല. ഓക്കെ, അല്ല അത് ഇതിൽ VS കോഡിൽ തന്നെ വരുന്നതാ, ബിൽറ്റിൻ ആയിട്ട് വരുന്നതാ. ആണോ? മേ ബി ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയതായിരിക്കാം. ഓക്കെ, സോ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇഫ്, എൽസ്, ഈ മൂന്നെണ്ണാണ് നമുക്ക് മെയിൻലി വരുന്ന ലൂപ്സ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ ആദ്യത്തെ ഇഫ് കണ്ടീഷൻ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കണ്ടീഷൻ എടുക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യാം, അതിന് ട്രൂ എന്ന് അസൈൻ ചെയ്യാം വാല്യൂവിനെ. ഇഷ്ടമുള്ളൊരു കോൺസ്റ്റന്റ് നെയിം കൊടുക്കാം കേട്ടോ. ഓക്കെ, എൻ്റർ അടിച്ചേടാ. ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സില് ഫ്ലാഗ് ഡബിൾ ഈക്വൽസ് ഫാൾസ്, കർലി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം, പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ആയില്ല അല്ലെ? ഇനി ആ എയുടെ വാല്യൂ ഒന്ന് ഫോൾസ് ആക്കി കൊടുത്തേ. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. ഫോൾസ് എന്ന് പ്രിന്റ് ആയി അല്ലെ? അതായത് ഇഫിന്റെ അകത്ത് കൊടുക്കുന്ന കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് പ്രിന്റ് ആവത്തുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ആ ലൂപ്പ്, ആ ഇഫ് കണ്ടീഷന്റെ അകത്തുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ക്ലിയർ അല്ലേടാ ഞാൻ ഇപ്പൊ പറഞ്ഞത്? ഇനി ആ ഇഫിന്റെ തൊട്ട് താഴെ വന്നിട്ട് എൽസ് സ്റ്റേറ്റ്മെന്റ് എഴുതിക്കേടാ. എൽസ് കേർലി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം, എൻ്റർ അടിക്കാം. ഇതിലെല്ലാവരും എത്തിയോ? ടെസ്സിയാണ് ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നത്. ശ്രീലക്ഷ്മി, ദെൻ ജിതിൻ, എല്ലാവരും എത്തിയോ? നിഷ? ഓക്കെ, എൽസ് ഇവിടെ എന്താ പറയാ, റിസൾട്ട് ഈസ് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യാം. ഡബിൾ കോട്ട്സിൽ കൊടുക്കാം റിസൾട്ട് ഈസ് ട്രൂ.
ഇനി കോൺസ്റ്റ് എ ഈക്വൽസ് ഫോൾസ് മാറ്റി ട്രൂ ആക്കി കൊടുത്തു നോക്കാം. റിസൾട്ട് ഈസ് ട്രൂ എന്ന് പ്രിന്റ് ആയി അല്ലേ? അതായത് നമ്മുടെ ഇഫ് കണ്ടീഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എഴുതാനുള്ള ബ്ലോക്ക് ഓഫ് കോഡാണ് എൽസ് ബ്ലോക്ക്. ക്ലിയർ ആണോടാ? അതെ. ഇഫ് ഇഫ് എൽസ് രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞത്. രണ്ടും ക്ലിയർ അല്ലേ? ഇനി എന്റെ കയ്യിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ എന്റെ കയ്യിൽ ഒരു മാർക്ക് ഉണ്ട്. ആ മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ എ ഗ്രേഡ് എന്ന് പ്രിന്റ് ചെയ്യണം. വിത്തിൻ 75 ആൻഡ് 90 ആണെങ്കിൽ പ്രിന്റ് 91 ആണെങ്കിൽ പ്രിന്റ് ചെയ്യേണ്ടത് ഗ്രേഡ് ബി. അതർവൈസ് എനിക്ക് എന്ത് ചെയ്യണം? ഫെയിൽഡ് എന്ന് അവന് കാണിക്കണം. എന്താ ഒന്നുകൂടെ പറയുമോ? പറയാം. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷനെ ചെക്ക് ചെയ്യും. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി തേർഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെ ചെക്ക് ചെയ്യും. അങ്ങനെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു അതിലൊന്നും വർക്ക് ആയില്ലെങ്കിലാണ് ഏത് ബ്ലോക്കിലേക്ക് വരിക? എൽസ് ബ്ലോക്കിലേക്ക് വരുന്നത്. മനസ്സിലായടാ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്തടാ, ഓക്കെ ഓക്കെ താഴെ ടൈപ്പ് ചെയ്യടാ. ഓക്കെ ഓക്കെ താഴെ ടൈപ്പ് ചെയ്തോളൂ. ഒരു വേരിയബിളിലേക്ക് മാർക്കിന് അസൈൻ ചെയ്യടാ. ലെറ്റോ വേറോ ഇഷ്ടമുള്ള എടുക്കാം. ഇഷ്ടമുള്ള ഇതിലേക്ക് വേരിയബിളിന് അസൈൻ ചെയ്യാം. ഓക്കെ താഴെ കണ്ടീഷൻ എഴുതാം. ഇഫ് ഓക്കെ ഇഫ് ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഇഫ് ദ മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 90. ഓക്കെ എ ഗ്രേഡ് എന്ന് പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എടുക്കാം. എൽസ് സ്പേസ് ഇഫ് ഓക്കെ അവിടെ കണ്ടീഷൻ കൊടുക്കാം. മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 75 എത്ര? 75 750. നമ്മൾ എത്ര മാർക്ക് കൊടുത്തടാ? എത്ര 90 ആണോ കൊടുത്തത്? അപ്പൊ 75. 75 അവിടെ ഗ്രേഡ് ഈസ് ബി. ഓക്കെ
ഇനി നെറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. else if marks greater than or equals uh, 65. Console.log grade is C. Else curly brackets fail. Okay. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയടാ. ഓക്കെ, ഇനി ആ മാർക്സ് ഒന്ന് 76 ആക്കി കൊടുത്തു നോക്കിക്കേ. Grade is B. ഇനി ഒരു ലെസ് ദാൻ 50 മാർക്സ് കൊടുത്തു നോക്കിക്കേ. ക്ലിയർ ആണോടാ? എല്ലാവർക്കും ക്ലിയർ ആയോ അത്? ഓക്കെ, ജിതിൻ ക്ലിയർ അല്ലേ? നിഷ, ശ്രീലക്ഷ്മി ക്ലിയർ ആണ്. ഓക്കെ. സോ ഇനി നിങ്ങൾ തന്നെ ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എഴുതിക്കേടാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടീഷൻ വെച്ച് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇഫ് എൽസ് ആണോ? ഇഫ് എൽസ് എഴുതിക്കോളൂ. കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു ഏജ് എന്നിട്ടൊരു വേരിയബിൾ വെക്കാം. പാസ് ചെയ്യുന്ന ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ എലിജിബിൾ ടു വോട്ട് എന്നും, അല്ലെങ്കിൽ ലെസ് ദാൻ 18 ആണെങ്കിൽ യു ആർ മൈനർ എന്നും പ്രിന്റ് ചെയ്യണം. ചെയ്തു നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ ചാറ്റിൽ ഇട്ടുതരാം. Age is less than 18, print you are minor. If age is greater than or equal to 18, print eligible to vote.
ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കട്ടെ. ഓക്കെ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ജിതിൻ, ശ്രീലക്ഷ്മി, നിഷ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണെടാ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്. എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് പറയോ? നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കോഡ് സ്റ്റെപ്സ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതിനാണ് കണ്ടീഷൻ ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. നമുക്കത് കോൾ ചെയ്താൽ മതി. അത്രയും കോഡിനെ കോൾ ചെയ്താൽ മാത്രം മതി. അതെ, അതായത് റീയൂസബിൾ മൊഡ്യൂൾസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫങ്ഷൻസ്. ഓക്കെ, മനസ്സിലായോടാ? അതായത് ലെറ്റ്സ് സേ എനിക്ക് ഒരു അഡീഷൻ പെർഫോം ചെയ്യണം. ആൻഡ് അഡീഷൻ പെർഫോം ചെയ്യാനായിട്ട് പല തരത്തിൽ അഡീഷൻ പെർഫോം ചെയ്യാം അല്ലേ? പല തരത്തിൽ പെർഫോം ചെയ്യാമെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഡാറ്റ മാത്രം വെച്ചിട്ട് അഡീഷൻ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് മോർ ദാൻ വൺ സെറ്റ് ഓഫ് ഡാറ്റ ഉപയോഗിച്ച് എനിക്ക് ആഡ് ചെയ്യാം. എനിക്ക് അവിടെ നമ്പർ ഓഫ് ഡാറ്റ മാത്രമേ മാറുന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ സെയിം ആണ് നിൽക്കുന്നത്. അഡീഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചേഞ്ച് ആയിട്ടില്ല. സോ എനിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്ത് അതിൽ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ എനിക്ക് ഒരേ സമയം എനിക്ക് നമ്പർ ഓഫ് ലൈൻസ് ടു ബി എക്സിക്യൂട്ടഡ് കുറയും, അതുപോലെ തന്നെ എത്ര തവണ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ക്ലിയർ ആണോടാ? ഫങ്ഷൻസ് എന്താണ്, ഫങ്ഷൻസിന്റെ നീഡ് എന്താണെന്നുള്ളത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇത് ഞാൻ ഓഡിബിൾ അല്ലേടാ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം ചെയ്തോളൂ. function.js എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. നമുക്ക് പലതരത്തിൽ ഫങ്ഷൻസ് എഴുതാൻ പറ്റും. അതായത് പാരാമീറ്ററൈസ്ഡ് ഫങ്ഷൻസും എഴുതാം, നോൺ പാരാമീറ്ററൈസ്ഡ് ഫങ്ഷൻസും എഴുതാം. ആദ്യം നമുക്കൊരു നോൺ പാരാമീറ്ററൈസ്ഡ് ആയിട്ടുള്ള നോർമൽ ഫങ്ഷൻ ഇതൊന്നും എങ്ങനെയാണെന്ന് നോക്കാം. ടൈപ്പ് ചെയ്തോളൂ ഫങ്ഷൻ greet ഫങ്ഷൻ ബ്രാക്കറ്റ്സ് കേർലി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കൺസോൾ ലോഗിൽ എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടം. ഇനി താഴെ വന്നിട്ട് ഫംഗ്ഷന്റെ പേര് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് ഗ്രീറ്റ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടുക. ഇതിനെയാണ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്നത്. ലൈൻ നമ്പർ 5 ഇപ്പോൾ ടെസ്റ്റ് ചെയ്തതിനെയാണ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്നത്. ജാവയുമായിട്ട് സെയിം തന്നെയാണ് ഇതിന്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്.
മുകളിൽ ഫംഗ്ഷൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. സേവ്. യെസ്, ഫങ്ഷൻസ് JSON എക്സിക്യൂട്ട് ചെയ്യടാം. അത് പ്രിന്റ് ആയല്ലേ. ഇത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. ജസ്റ്റ് ഗ്രീറ്റ് എന്ന ഫംഗ്ഷനെ വിളിച്ചാൽ മാത്രം മതി അല്ലേ. ക്ലിയർ ആണോടാ? താഴെ ടൈപ്പ് ചെയ്തോളൂ. Next is parameterized functions. Parameterized functions. Okay, type ചെയ്തോളൂ. add എന്നിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഒരു 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്തേടാ അതിൻ്റെ അകത്ത് a, b എന്ന് ഏതാ ആഡിന്റെ ബ്രാക്കറ്റ്സിൽ a, b എന്ന് പാസ് ചെയ്തോളൂ. കൺസോൾ ലോഗിൽ a+b പ്രിന്റ് ചെയ്തോ. ഇനി താഴെ ഇതിനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നത് എന്താ? ഇവിടെ 2 വാല്യൂസിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പൊ അവിടെ ഒരു കാര്യം ചെയ്തോളൂ, ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ അകത്ത് 2 വാല്യൂസ് പാസ് ചെയ്തോളൂ. കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയടാ. ക്ലിയർ ആണോ? അത് ഫങ്ഷൻസ് പാരാമീറ്ററൈസ്ഡ് ഫങ്ഷൻസിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗിൽ കൊടുക്കാതെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ ഇവിടെ ആകെ ചെയ്ത് എന്താണ്, എത്ര ടൈം വേണമെങ്കിൽ ഇൻവോക്ക് ചെയ്യാം എന്ന് മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇനി എനിക്ക് ഈ ആഡ് എന്ന ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അപ്പോ എനിക്കിപ്പോ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ വേറെ സ്ഥലത്ത് റീയൂസ് ചെയ്യണം. അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം. ഓക്കെ, താഴെ ടൈപ്പ് ചെയ്യൂ, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതാം. പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ 2 പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യാം. a, b തന്നെ പാസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ലോക്കൽ വേരിയബിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അവിടെ കൊടുക്കൂ റിട്ടേൺ a into b. ഇതൊരെല്ലാവരും കൊടുത്തോ? ലൈൻ നമ്പർ 17 കഴിഞ്ഞ് ടൈപ്പ് ചെയ്തോളൂ. കൺസോൾ ഡോട്ട് ലോഗിന്റെ അകത്ത് പ്രൊഡക്റ്റിനെ വിളിക്കാം.
പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ ആരെ വിളിക്കണം? രണ്ട് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യണം. ഇതില് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇട്ടിട്ടോ? ആ യെസ്, അവിടെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടുക. കോമ സെപ്പറേറ്റ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന്റെ ഉള്ളിൽ നമ്മൾ റിട്ടേൺ എഴുതിയിട്ടുണ്ടല്ലോ, അത് മതി. എക്സിക്യൂട്ട് ചെയ്തോ ഒന്നുകൂടെ. ഇതുവരെയുള്ള എല്ലാവർക്കും ഔട്ട്പുട്ട് കിട്ടിയായിരുന്നോ? എനിക്ക് എന്തോ ഒരു എറർ അടിച്ചു. ഒരു മിനിറ്റ്, ഞാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തോട്ടെ. എന്തോ ഒരു സ്പെല്ലിംഗ് എറർ ആണ് ഇവിടെ. എവിടെയാണോ ടെസ്റ്റില് സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നേ? അല്ല ശ്രീലക്ഷ്മിയാണ്. സോറി. ശ്രീലക്ഷ്മിയാ? ഓക്കെ, ശ്രീലക്ഷ്മി ഷെയർ ചെയ്തടാ. കിട്ടി കുഴപ്പമില്ല. ഓക്കെയാണ്. സോ ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. ഇനി ഫംഗ്ഷൻസിൽ ഒരു ടോപ്പിക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻസ് കംപ്ലീറ്റ് ആവും. അത് നമുക്ക് നാളെ എടുക്കാം കേട്ടോ. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. ഈ റിട്ടേൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സെയിം ഫംഗ്ഷനെ വേറൊരിടത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ റിട്ടേൺ കൊടുക്കുന്നത്? ആ, നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്ത് നോക്ക്. താഴെ പ്രൊഡക്റ്റ് ഓഫ് താഴെ ടൈപ്പ് ചെയ്തേ. പ്രൊഡക്റ്റ് ഓഫ് ജസ്റ്റ് 2 വേരിയബിൾസ് കൊടുക്കും. ഇഷ്ടമുള്ള വേരിയബിൾസ് കൊടുത്തോ. ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് പാസ് ചെയ്യും. 1. ഓക്കെ, ഇതിനെ ഒരു വാല്യൂലേക്ക് അസൈൻ ചെയ്തേ. ഇതിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. ലെറ്റ് എന്നിട്ട് വേരിയബിളിലേക്ക് മോളിൽ അവിടെ തന്നെടാ. പ്രൊഡക്റ്റ് ഓഫ് 11,10 ഇപ്പുറം ഏറ്റവും എൻഡിലേക്ക് പോവാം. അതായത് ലെറ്റ് മുകളിൽ അവിടെ അല്ല, ലെറ്റ് എപ്പോഴും ഫ്രണ്ടിൽ എഴുതണം. യെസ്, ലെറ്റ് p ഈക്വൽസ് പ്രൊഡക്റ്റ് ഓഫ്. യെസ്, ഇതൊരു കാര്യം ചെയ്തേ. ഇന്ന് താഴെ വേറൊരു ഫംഗ്ഷൻ എഴുതിക്കേടാ. ഓക്കെ, അടുത്തൊരു ഫംഗ്ഷൻ റിസൾട്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ p പാസ് ചെയ്തേടാ. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ 2 വാല്യൂസ് പാസ് ചെയ്യുക. അവിടെ p പാസ് ചെയ്യണമെന്നില്ല. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ പാസ് ചെയ്തോ. അവിടെ കൺഫ്യൂഷൻ വരണ്ട. ഇഷ്ടമുള്ള 2 വേരിയബിൾസ് പാസ് ചെയ്തോ. q, r എന്തെങ്കിലും കൊടുത്തോ. ഇനി അവിടെ ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗിൽ ഇതിന്റെ 2ന്റെ സബ്ട്രാക്ഷൻ കണ്ടേ. q മൈനസ് r. q മൈനസ് r. ഓക്കെ, ഇനി താഴെ റിസൾട്ടിനെ കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് p എന്ന് പാസ് ചെയ്തേ. നെക്സ്റ്റ് വാല്യൂ നിനക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ പാസ് ചെയ്തോ. ബ്രാക്കറ്റ്സിനുള്ളിൽ തന്നെ 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു വാല്യൂ കൂടെ പാസ് ചെയ്യാം. പുതിയ വേരിയബിൾ ആണോ അതോ നമ്പർ ആണോ? നമ്പർ. യെസ്, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. എങ്ങനെയാ 105 വന്നേ? p എന്ന് പറഞ്ഞ എത്രയാ റിസൾട്ട് നോക്കിക്കേ. p എന്ന് പറയുമ്പോ റിസൾട്ട് ഓഫ് p എന്ന് പറയുമ്പോ എവിടേക്കാ പോയത്? കൺട്രോള്
ഇവിടെ first. അവിടേക്ക്. യെസ്, അവിടെ എന്താ ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ഓഫ് 11,10 അല്ലേ? 11,10 എന്ന് വെച്ചാൽ എത്രയാ? 11,10ന്റെ പ്രൊഡക്റ്റ് എത്രയാ വരിക? 110 അല്ലേ? ആൻഡ് ദെൻ പി കഴിഞ്ഞ് നമ്മളോട് പാസ് ചെയ്തിട്ടുള്ള വാല്യൂ എന്താണ്? 5. ലൈൻ നമ്പർ 24 പാസ് ചെയ്ത വാല്യൂ എന്താണ്? 3,5. അപ്പോൾ ഇവിടെ ഇപ്പൊ റിസൾട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ കിടക്കുന്നത്? റിസൾട്ടിന്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ അകത്ത് 110,5 അല്ലേ? എന്നിട്ടോ ഫംഗ്ഷൻ റിസൾട്ട് ഓഫ് 110,5. അപ്പോൾ കൺസോൾ ലോഗിൽ എന്താ വരിക? 110 മൈനസ് 5, 105. മനസ്സിലായോ? സബ്ട്രാക്ട് ചെയ്തു. ഈ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എടുത്ത ഇതിൽ കൊടുത്ത ആദ്യത്തെ പാരാമീറ്റർ എന്താണ്? വേറൊരു ഫംഗ്ഷന്റെ റിസൾട്ട് ആണ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള സിനാരിയോസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേണിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേടാ? അതായത് വേറൊരു ഫംഗ്ഷനിലുള്ള റിസൾട്ടിനെ വേറൊരു ഫംഗ്ഷനിലേക്ക് യൂസ് ചെയ്യാൻ. ഒരു ഫംഗ്ഷൻ റിസൾട്ടിനെ വേറൊരു ഫംഗ്ഷനിൽ കൊണ്ടുവന്ന് യൂസ് ചെയ്യണമെങ്കിലെല്ലാം നമുക്കത് പറ്റും. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇഷ, ശ്രീലക്ഷ്മി, ജിതിൻ? ഓക്കെ ഫൈൻ. സോ ഞാൻ സെഷൻ എൻഡ് ചെയ്യട്ടെ.